നിങ്ങൾക്ക് ഓണപരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നാ? എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഭയങ്കര പാടായിരുന്നു. നിന്റെ സിലബസ് ഒക്കെ മാറിയില്ലായിരുന്നു. കട്ടപ്പാടായി. എന്നാണ് മക്കളെ ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ല അമ്മാവ, ഈ ഓണപരീക്ഷ ഒക്കെ ഭയങ്കര പാടായിരുന്നു പറയുന്നു. അമ്മാന്റെ കാലത്ത് പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നോ? അമ്മയൊക്കെ പഠിച്ച കാലത്ത്, ഞാനൊക്കെ പഠിച്ച കാലത്ത് മണ്ണെണ്ണ വെട്ടത്തിരുന്ന മക്കളെ പഠിച്ചേ. എന്ത് കഷ്ടപ്പാടായിരുന്നറിയാം അന്നൊക്കെ. ഒരുപാട് കഷ്ടപ്പെട്ടോ ഞാനൊക്കെ ഒന്ന് പാസ്സായത് തന്നെ. അമ്മാവൻ 10ാം ക്ലാസ് പാസ്സായത് വലിയ മാർക്കോട് കൂടിയൊക്കെയാണ്. അന്ന് മൊബൈലൊന്നും ഇല്ലായിരുന്നല്ലോ ആരും അറിയാനൊക്കെ ആയിട്ട്. അന്ന് നോട്ടീസ് ബോർഡിലൊക്കെ ഇട്ടതായിരുന്നു അമ്മാവൻ്റെ പേര്, വലിയ മാർക്കോട് കൂടി പാസ്സായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരും അറിഞ്ഞില്ല. നോട്ടീസിലൊക്കെ ഇട്ട് ശരിയാ, 4-5 ദിവസം നിന്നെ പുറത്താക്കിയെന്നും പറഞ്ഞല്ലേ നോട്ടീസിലിട്ടേ. എന്നിട്ട് ഞാൻ വന്ന് സംസാരിച്ചിട്ടല്ലേ പിന്നെ നിന്നെ അകത്ത് കയറ്റിയത്. ഈ അമ്മയുടെ ഒരു കാര്യം, അത് കഴിഞ്ഞ് 10ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റൊക്കെ തരൂലേ, അത് അസംബ്ലിയൊക്കെ കൂടി വലിയ കുറേ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റൊക്കെ തന്നത്. അന്നത്തെ കാലത്ത് അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊന്നും ഉണ്ടോയെന്ന് അറിയില്ല. ഇന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ടോ? അമ്മാവൻ 8ാം ക്ലാസ് വരെ പോയിട്ടുള്ള മക്കളെ, അതിന് സർട്ടിഫിക്കറ്റ് പോലും മേടിച്ചിട്ടില്ല. പിന്നെയാണ് ഇനി 10ാം ക്ലാസ്സിലെ കാര്യം പറയുന്നത്. നിങ്ങൾ എനിക്ക് പോകണം മക്കളെ. പാടാ പോവാ. എടാ നിക്കടാ, നമ്മള് 10ാം ക്ലാസ് വരെയെങ്കിലും പൊക്കോട്ടെ അമ്മാവാ. ഇപ്പോഴത്തെ പിള്ളേരെടുത്തൊന്നും പഴയ പോലെ ഡയലോഗൊന്നും കേൾക്കണില്ല.